തന്റെ 10 ഏക്കർ വസ്തുവിൽ 4 ഏക്കറിലും കൊക്കോ കൃഷി ചെയ്തിരിക്കുകയാണ് ചിറ്റാരിക്കൽ കാവുംതല സ്വദേശി ഞെഴുകംകാട്ടിൽ ജേക്കബ്. തെങ്ങിന് ഇടവിളയായി ആരംഭിച്ചതാണെങ്കിലും രോഗം ബാധിച്ച് തെങ്ങ് പൂർണ്ണമായും നശിച്ചപ്പോൾ ജേക്കബ് കൊക്കോ കൃഷിയെ തന്നെ വിളയാക്കി മാറ്റി. 3-ാം വർഷം മുതൽ തന്നെ വിളവ് ലഭിക്കാൻ തുടങ്ങുന്ന കൊക്കോ 5-ാം വർഷത്തോടെ സ്ഥിര വരുമാനത്തിലേക്കെത്തും. പൂവിട്ട് ഏകദേശം 150 മുതൽ 170 ദിവസത്തിനുള്ളിൽ കൊക്കോ കായ്കൾ പാകമാകും. ഒരു ചെടിയിൽ നിന്നും 5 കിലോ പരിപ്പെങ്കിലും കിട്ടിയാൽ മാത്രമേ കൊക്കോ കൃഷി നഷ്ടം വരാതിരിക്കൂ എന്ന് ജേക്കബ് പറയുന്നു. കൂലി ചിലവ് കുറവാണെന്നും ഉൽപാദനം നന്നായി ഉണ്ടായാൽ ഈ കൃഷി ലാഭകരമാണെന്നും ജേക്കബ് പറഞ്ഞു. കാഡ്ബറീസ് ചോക്ലേറ്റ് ഉൽപാദകരായ മോണ്ടാലിസ് കമ്പനിക്കാണ് ജേക്കബ് കൊക്കോ പരിപ്പുകൾ കൊടുത്തിരുന്നത്. വിപണി നേരത്തെ കാഡ്ബറീസ് കമ്പനി, അതായത് മോണ്ടാലിസ്, അവര് വന്ന് എടുത്തുകൊണ്ടിരിക്കുക, വെറ്റ് ബീൻസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് ഒരു 2-3 വർഷമായിട്ട് കുറേ കമ്പനികൾ, ലോക്കൽ കമ്പനികളും വില കൂടുമ്പം കൂടുതൽ ആൾക്കാർ വരും. കൂടുതൽ ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. നേരത്തെ മോണ്ടാലിസ് കമ്പനി ആഴ്ചയിൽ ഒരു 3 ദിവസം വന്ന് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. അന്ന് വെറ്റ് ബീൻസ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ആ സമയത്ത് ഞാൻ പുറമേയുള്ള നമ്മുടെ പരിസരത്തുള്ള ആൾക്കാരുടെ വെറ്റ് ബീൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതും കൂടെ ഒന്നിച്ചങ്ങ് പൊക്കോളൂല്ലോ. ആൾക്കാർക്ക് ന്യായമായിട്ടുള്ള വില കൊടുത്ത് എടുത്തുകൊണ്ടിരുന്നത്. നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കേണ്ട വിളയാണ് കൊക്കോ. അതുപോലെ തന്നെ നനയും ആവശ്യമാണ്. മാത്രമല്ല കമുക്, തെങ്ങ് എന്നിവയുമായി ഇടവിളിയായി വളരുന്ന കൊക്കോകളിൽ അണ്ണാൻ, എലി എന്നിവയുടെ ആക്രമണം കൂടുതലാണ്. ഈ മരങ്ങൾ എലിയുടെയും അണ്ണാന്റെയും വാസകേന്ദ്രങ്ങളായതുകൊണ്ടാണ് ശല്യത്തിന് കാരണം. മഴക്കാലത്ത് കുമിൾനാശിനിയും ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്നത് മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ തടയും. ജൂൺ ആദ്യവാരത്തിന് മുൻപും മഴ കുറയുന്ന സമയം സെപ്റ്റംബറിലും കുമിൾനാശിനി കൊടുക്കണം. വേനൽക്കാലത്ത് നന അത്യാവശ്യമാണ്. നനച്ചാൽ മാത്രമേ കായ്കൾക്കും പരിപ്പിനും വലിപ്പവും തൂക്കവും ലഭിക്കൂ എന്ന് ജേക്കബ് പറയുന്നു. ഒക്ടോബറിൽ പ്രൂൺ ചെയ്ത് വളപ്രയോഗം നടത്തി നവംബറിൽ പുഷ്പിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് മഴയ്ക്ക് മുമ്പേ നമുക്ക് ഭൂരിഭാഗം വിളവ് നമുക്ക് എടുക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ നമുക്കൊരു ഗുണപ്രദമായിട്ട് പോവുള്ളൂ, ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഉൽപാദനം കൂടി കിട്ടും. ഒക്ടോബർ നവംബറിൽ നല്ല മഴ മാറി കുറച്ച് തെളിവ് കിട്ടുകയാണെങ്കിൽ നല്ലപോലെ പുഷ്പിക്കലുണ്ടാകും. അതുപോലെ പുഷ്പിക്കുന്ന കൂടുതൽ കായപിടുത്തം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇതിന്റെ മെച്ചം എന്ന് വെച്ചാൽ കൂലിച്ചെലവ് കുറവാണ്. വീട്ടിലുള്ള ആൾക്കാരൊക്കെ കൂട്ടി തന്നെ ഇതിന്റെ പറിച്ചെടുത്ത് വെറ്റ് ബീൻസ് ആകുന്ന ആ ജോലികളൊക്കെ വീട്ടിലുള്ളവർ കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കൂലിച്ചെലവ് ലാഭമായിട്ട് പോകില്ല. വലിയൊരു കായികാധ്വാനമുള്ള ജോലിയൊന്നും അല്ലല്ലോ ഇത്. കൊക്കോ ഒരു ഒറ്റവിളയായും സാധാരണയായി ഈ പ്രദേശങ്ങളിൽ പ്രബലമായ തെങ്ങ്, അടയ്ക്ക എന്നിവയ്ക്കൊപ്പം ഇടവിളയായും കൃഷി ചെയ്യുന്നു. ഈ ഇടവിള കൃഷി സമ്പ്രദായം കർഷകർക്ക് അവരുടെ ഭൂമിയുടെ ഉപയോഗം പരമാവധി വർദ്ധിപ്പിക്കുന്നതിലൂടെയും അധിക വരുമാന മാർഗം നൽകുന്നതിലൂടെയും പ്രയോജനകരമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.